ഇപ്പോൾ ജയിലിലെ മീൽ ടൈം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഡിവൈഎഫ്ഐ നടത്തുന്ന ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതിന് ഒരു പങ്ക് അത് രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിഷേധാത്മകമായിട്ട് നമ്മൾ കൊടുക്കുന്നു. ആ രീതിയിൽ തന്നെ. കാരണം അയാൾ നടത്തിയ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും നമ്മളെ സമൂഹത്തിന് മുമ്പിലുണ്ട്. അത് എത്രത്തോളം വൾഗറായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു എന്നുള്ളത്. യെസ്, ഡിവൈഎഫ്ഐ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതിച്ചോറിനെതിരെ ഒരു പരാമർശം നടത്തിയിരുന്നു. ആ പരാമർശത്തിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. സിജോ വി ജോൺ കൂടി ചേരുകയാണ്. സിജോ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോസ്ദുർഗ് കോടതിയിൽ നേരിട്ട് എത്തിയിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഹോസ്ദുർഗ് കോടതി ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ്, കോടതി പിരിഞ്ഞിട്ടുണ്ട്, അവിടെ ആരും തന്നെ ഇല്ല. പക്ഷേ കോടതിയുടെ പരിസരത്ത് എവിടെയോ ആണ് മജിസ്ട്രേറ്റിൻ്റെ വീടിരിക്കുന്നത്. ഒരുപക്ഷെ അവിടേക്ക് അദ്ദേഹം നേരിട്ട് ഹാജരാകാം. പക്ഷേ പോലീസ് ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങോട്ട് വരേണ്ടതില്ല. വന്നാൽ തന്നെ പോലീസ് അതിനു മുമ്പ് പിടികൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏകദേശ സൂചനകൾ ലഭിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഹോസ്ദുർഗ് കോടതിയിൽ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ്. അത്തരത്തിൽ എന്തെങ്കിലും സൂചന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടോ? പ്രത്യേക അന്വേഷണ സംഘവുമായും പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ അറസ്റ്റോ കസ്റ്റഡിയോ അവരാരും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഒരുപക്ഷെ സിജോ വി ജോണിന്റെ ഫോണിന് ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പോൾ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് മജിസ്ട്രേറ്റ് മുന്നിൽ വന്ന് ഹാജരാകണം. അതിന് സാധ്യത വളരെ കുറവാണ്. കാരണം ഇപ്പോൾ വലിയ പോലീസ് സന്നാഹം അവിടെയുണ്ട്. അതുമാത്രമല്ല, സുള്ളിയ ഭാഗത്തു നിന്നൊക്കെ അങ്ങോട്ടേക്കുള്ള വഴിയിൽ പലയിടത്തായി പോലീസ് കാത്തു നിൽക്കുന്നുണ്ട് എന്നുകൂടി നേരത്തെ ഷെഫീഖ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ രാഹുൽ ശ്രമിച്ചാൽ അത് നടക്കില്ല എന്നുള്ള സൂചനകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ രാഹുൽ നേരിട്ട് ഹാജരാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നീടുള്ള ഒരു സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആ സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐയും BJPയും ഒക്കെ പ്രതിഷേധവുമായി അവിടെ എത്തിയിട്ടുള്ളത്. സിജോ, ഞാൻ നേരത്തെ ചോദിച്ചത് ആവർത്തിക്കുന്നു. അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്? ഷെഫീഖ്, കേൾക്കാമോ? അവിടെ ഇപ്പോൾ എന്ത് പ്രതിഷേധമാണ് നടക്കുന്നത്? ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പൊതിച്ചോർ നൽകാം എന്നാണ് ഡിവൈഎഫ്ഐ സൂചിപ്പിക്കുന്നത്. നേരത്തെ ഡിവൈഎഫ്ഐ ആശുപത്രികളിൽ നൽകുന്ന പൊതിച്ചോറിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചിരുന്നു. വലിയ രൂപത്തിലുള്ള വിമർശനമാണ് അന്ന് ഡിവൈഎഫ്ഐ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നൽകുന്ന ഈ പൊതിച്ചോറിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചത്. അമ്മമാർ രോഗികൾക്ക് നൽകുന്ന പൊതിച്ചോറിനെയാണ് വിമർശിച്ചത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ എത്തുമ്പോൾ ഈ പൊതിച്ചോർ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്ന പൊതിച്ചോർ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകും എന്നാണ് ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ പറയുന്നത്. BJPയുടെ പ്രവർത്തകരും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ കീഴടങ്ങാനെത്തും എന്ന വിവരം അറിഞ്ഞ് ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നേരത്തെ അവർ സൂചിപ്പിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിമർശനത്തിനുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സുള്ളിയയിലുണ്ട് എന്നൊരു സൂചന നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹോസ്ദുർഗ് കോടതിയിൽ കീഴടങ്ങും എന്നായിരുന്നു രാവിലെ മുതലേ ഉണ്ടായിരുന്ന അഭ്യൂഹം. സുള്ളിയ ഭാഗങ്ങളിൽ നിരവധി എസ്റ്റേറ്റുകളും അതോടൊപ്പം തന്നെ റിസോർട്ടുകളുമുണ്ട്. ആ ഭാഗങ്ങളിൽ രാഹുൽ ഉണ്ടാവും എന്നതായിരുന്നു സൂചന. പ്രത്യേകിച്ചും ആ ഭാഗങ്ങളിൽ പോലീസിനെ കണ്ണുവെട്ടിച്ച് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ധാരാളമുണ്ട്. ആ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സുള്ളിയയുടെ പരിസരങ്ങളിലുണ്ട് എന്നൊരു സൂചന പോലീസിനും ലഭിച്ചു. ആ ഭാഗങ്ങളിലും അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു.